ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെ ഈ കച്ചവടത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണേണ്ടതും ഫീൽഡിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ ബിസിനസ്സിനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, സംശയത്തോട് കൂടിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം എന്താണ് മുൻപ് വന്നു പോയിട്ടുള്ളതല്ലേ എന്നുള്ള ചിന്തയിൽ പല ആളുകളും നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളെല്ലാവരും സെർച്ച് ചെയ്ത് കാണിക്കേണ്ട ഒരൊറ്റ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാല് കേരള ഗവൺമെന്റിന്റെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റാണ്. കേരള കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ ചെയ്ത ആ ഒരു വെബ് പേജിൽ വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ എന്താണ് സർക്കാരിന്റെ ഒരു എംബ്ലം, അശോക സ്തംഭങ്ങൾ ഒരു എംബ്ലം ആണല്ലോ സർക്കാരുകളുടെ എംബ്ലം. ആ എംബ്ലം ഉള്ള ഒരു വെബ്സൈറ്റിൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ കേരള കൺസ്യൂമർ അഫയേഴ്സ് .gov.in എന്നാണ് കേരള സർക്കാരിന്റെ ആ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ആ ഒരു സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിംഗും ഒക്കെ ആ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി അത് മാത്രമല്ല, അത് ഒരു എന്താണ് ഒരു 5 or 6 ആളുകളുടെ തല വരച്ചുകൊണ്ടാണ് ആ സൈറ്റ് കാണിക്കുന്നത്. പല ആളുകൾക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 വർഷം മുൻപേ നമ്മളൊരു വീട്ടിൽ പോയിട്ടോ ഒരാളുടെ അടുത്ത് നേരിട്ട് പോയിട്ടോ ഈ ബിസിനസ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മളൊരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തിട്ടോ ഇങ്ങനെ ആദ്യം ഒരാൾ വന്നതിന് ശേഷം 2 പേരെ ഈ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുശേഷം അവരുടെ കെയർ ഓഫിൽ 2 പേര് വന്നു കഴിഞ്ഞാൽ അവരുടെ ശേഷം 2 പേരും അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരച്ചു പോകുന്ന സമയത്ത് ആളുകൾ കാണുന്ന അവരുടെ മുഖം പോകുന്നത് എങ്ങനെയാ അറിയോ? ഇവൻ എന്തോ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട്, ഇവൻ എന്തോ മോശമായിട്ടുള്ള എന്തോ ബിസിനസ്സിലായിട്ടുണ്ട്. ഇതായിരുന്നു പല ആളുകളുടെയും ചിന്ത. ഇപ്പോഴും ആ ചിന്ത വരുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഗവൺമെന്റിന്റെ ഞാൻ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ആദ്യം ഒരാളുടെ വട്ടം അല്ലെങ്കിൽ ഒരാളുടെ തല, അതിനുശേഷം 2 പേരുടെ, അതിനുശേഷം 4 പേര്, അതിനുശേഷം 8 പേര്, ഇങ്ങനെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ അത് വ്യക്തമായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. പക്ഷെ കൺസ്യൂമർ അഫയേഴ്സിന്റെ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിന്റെ ഒക്കെ ആ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ചിത്രം അങ്ങനെ തന്നെ അവിടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഈ വ്യവസായത്തിന്റെ പേര് വ്യക്തമായിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടി ആ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് താഴേക്ക് പോകുന്ന സമയത്ത് ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ വരും. ആ ലേറ്റസ്റ്റ് ന്യൂസിൽ തന്നെ ആദ്യത്തെ ന്യൂസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ബിസിനസ് മോഡലിനെ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2018 ശേഷം. 2018 ഓഗസ്റ്റ് 8 കേരള ഗവൺമെന്റ് അത് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ 2018 ഓഗസ്റ്റ് 8 എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് 2018 ഓഗസ്റ്റ് 8 ആ പ്രോഗ്രാമിന് ശേഷം ഗവൺമെന്റിന്റെ പേജുകളെല്ലാം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളൊക്കെ ഒക്കെ ഈ ഒരു വ്യവസായത്തെ കുറിച്ച് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സംശയത്തോട് കൂടിയിട്ട് ഈ കച്ചവടത്തെ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കച്ചവടത്തെ കാണുന്നുണ്ടെങ്കിൽ, സംശയത്തോടു കൂടി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, അവനോട് കാണിക്കേണ്ട അല്ലെങ്കിൽ ആ ആളുകളെ മുൻപിൽ അവന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് വേണമെങ്കിൽ, നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പോലും അവന്റെ ഫോൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കേരള സർക്കാരിന്റെ കൺസ്യൂമർ അഫയേഴ്സിന്റെ സൈറ്റ്. അങ്ങനെ ആ കൺസ്യൂമർ അഫയേഴ്സിന്റെ സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വ്യവസായത്തിന്റെ സ്കോപ്പ് എത്ര പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് വെബ് പേജുകളിലൊക്കെ. ആദ്യമായിട്ട് മറ്റൊരു കാര്യം നോക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഒരു വ്യവസായത്തെ കുറിച്ച് ഇന്ത്യയിലെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ,
ഇന്ത്യയിലെ വളരെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് ഇത്രയേ ഉള്ളൂ. നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നീതി ആയോഗ് പല ആളുകൾക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പണ്ട് കാലത്ത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നീതി ആയോഗ് എന്നുള്ള പേരിലേക്ക് വന്നത്. നീതി എന്നുള്ളത് നമ്മളെ മെഡിക്കൽ സ്റ്റോർ പോലെയുള്ള എന്താണ് NITI എന്ന് മാത്രമേ ഉള്ളൂ. നീതി ആയോഗ്. ആ നീതി ആയോഗ് എബൌട്ട് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് ഒരു യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നീതി ആയോഗ് എബൌട്ട് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു വാചകം നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസ് വരും. ആ വീഡിയോസിൽ പ്രധാനമായിട്ടും എന്താണ് ഒരു വ്യക്തിയുടെ നീതി ആയോഗിന്റെ ചെയർമാന്റെ സിഇഒയുടെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അത് അമിതാഭ് കാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്റെയാണ്. അതായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നീതി ആയോഗിന്റെ CEO ആയിരുന്നു അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലക്കാർക്ക് പരിചയം ഉണ്ടാവും. 90 കാലഘട്ടങ്ങളിലൊക്കെ കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അമിതാഭ് കാന്ത്. ആ വ്യക്തിയുടെ കാലഘട്ടത്തിലാണ് മാനാഞ്ചിറ സ്ക്വയർ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു നീതി ആയോഗ് എബൌട്ട് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന ഒരു വീഡിയോ കിട്ടും. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. Great pleasure because I've been closely associated with all of you in the direct selling industry. My belief always has been that the direct selling industry adds hugely to economic activity. It is a major driver of India's growth, and that it provides the economic impetus to more than anything else. And the key challenge for India is really about growth with jobs. So if you are not able to create jobs, then we'll be in deep problems. And therefore, jobs are very, very critical. And this industry creates jobs. And important thing is that we need to create jobs for women. We need to create jobs for women because in India, the contribution of women to gross domestic product, that is our GDP, is only 17%. And worldwide average is around 40%. 40%, the gap between India and the rest of the world is enormous. 24% of women in India work, but the contribution is only 17%. And unless and until we don't, as a conscious policy, have gender parity, there is many more women to become economic drivers of growth, it will be very difficult for India to grow. And actually, if we are able to create gender parity, have 40% women working, we'll be adding $700 billion to India's GDP. Oh. So while we are growing at 7.6%, we need to grow at 9 to 10% per annum for 3 decades or more to be able to create jobs for a very young population. We are passing through a window of demographic transition, which rarely happens in history. Our population is very young. You know, the biggest social and economic transition that is taking place across the world is the fact that the population in Europe and America is getting older and older. The population in India is getting younger and younger, and it will keep getting younger till 2040. And therefore, if you have to reap this advantage, it can be a huge nightmare as well if you are not able to create jobs. So if you have to create jobs, there are only 2 ways. One is to push manufacturing in a very big way, and the other is to push direct selling. You people were, many states, Kerala, West Bengal, many of you were seen as people who were doing chit funds. You are not doing chit funds. You are doing a very respectable profession. You are economic drivers of growth for India. So we respect that. And that has now been recognized. അതായത് അതിന്റെ പ്രധാന കണ്ടന്റുകൾ അവർ പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം വലിയ ഒരു എക്കണോമിയായി മാറണമെങ്കിൽ
അതായത് ലോകത്തിൽ തന്നെ മികച്ച ഒരു സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമായിട്ട് മാറണമെങ്കിൽ ഒന്നുകിൽ മാനുഫാക്ചറിങ് കൂട്ടണം, അതായത് എക്സ്പോർട്ടിങ് അതുപോലെയുള്ള കാര്യങ്ങൾ മാനുഫാക്ചറിങ് കൂട്ടണം. ആ മാനുഫാക്ചറിങ് കൂടിയെങ്കിൽ മാത്രമേ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പല കാര്യങ്ങളും കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ, അതിന് നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ആ നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ CEO പറയുകയാണ്, അതായത് അതല്ല എങ്കിൽ വി ഹാവ് ടു പുഷ് ഡയറക്ട് സെല്ലിംഗ്. അയാൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ട് സെല്ലിംഗ് എന്ന കച്ചവടത്തെ നമ്മൾ ഒന്നുകൂടി പുഷ് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷനാണ് ഇന്ത്യ രാജ്യം, അതായത് ഇന്ത്യയുടെ എക്കണോമി മികച്ച രീതിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നീതി ആയോഗിന്റെ ചെയർമാൻ CEO പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് അതുപോലെ ഒരു സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതുപോലെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്കോപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാല് യൂട്യൂബിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതല്ലാതെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ഈ ഒരു കച്ചവടത്തിന് യൂട്യൂബുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യലുകൾ പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാമുകൾ നോക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ട് 2014 എന്നുള്ളൊരു വാചക. അതായത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഡയറക്ട് 2014. ഇപ്പൊ ഞാൻ ആദ്യം കേരള കൺസ്യൂമർ അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞു. അത് ഗൂഗിൾ ക്രോമിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ചിങ് ഓപ്ഷനിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഞാൻ രണ്ടാമത് പറഞ്ഞത് യൂട്യൂബിലാണ്, മൂന്നാമത് ഈ പറയുന്നതും യൂട്യൂബിൽ തന്നെയാണ്. ഡയറക്ട് 2014. ഡയറക്ട് 2014. അപ്പൊ ഡയറക്ട് 2014 എന്നുള്ള കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് അന്നത്തെ ഫുഡ് ആൻഡ് കൺസ്യൂമർ മിനിസ്റ്റർ ആയിട്ടുള്ള രാംവിലാസ് പാസ്വാൻ എന്ന വ്യക്തിയൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ കാണും. ആ വീഡിയോയിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, हमारी एक्सपेक्टेशन है कि 2025 तक ये अबाउट 11 बिलियन डॉलर इंडस्ट्री बन सकती है। और इसकी सबसे अहमियत, इस इंडस्ट्री की सबसे बड़ी अहमियत है कि 60% इसमें एम्प्लॉयड विमेन है। तो मतलब लेडीज़ के लिए ये बहुत बड़ी इंडस्ट्री है कि आउट ऑफ द 5 मिलियन पीपल जो इसमें एम्प्लॉयड हैं 60% विमेन है। 2025 കഴിയുന്ന സമയത്ത് 2025 കഴിയുന്ന സമയത്താണ് ഈ മേഖലയുടെ ഏറ്റവും എന്താണ് പീക്ക് ടൈം എന്നുള്ള പറയുന്നത്, ആ വീഡിയോയിൽ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഏറ്റവും സ്കോപ്പ് സൗത്ത് ഇന്ത്യയിലാണ് എന്നാണ് പറയുന്നത്. അതായത് ആ വീഡിയോയിൽ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 2025 ശേഷം ഡയറക്ട് സെല്ലിങ്ങിന് സാധ്യതയുള്ളത്. ഇനി ആ വീഡിയോയിൽ വേറൊരു കാര്യവും പറയുന്നുണ്ട്. ഈ മേഖലയിൽ 60% സ്ത്രീകളുടെ ഉന്നമനത്തിന് പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ എംപവർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സാധാരണ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി നിന്നിരുന്ന പല ആളുകൾക്കും വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അത് ഈ കമ്പനിയിൽ മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മികച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പനി മൈലൈഫ് തന്നെയാണ്. പ്ലാൻ ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നോമിനേഷൻ ഫെസിലിറ്റി ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, ഡയറക്ട് 2014 എന്നുള്ള വീഡിയോ സെർച്ച് ചെയ്താലും ഈ കച്ചവടത്തെ കുറിച്ചുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ് പങ്കെടുത്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ സർക്കാരുകൾ ഈ ഒരു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്, നമ്മളെല്ലാവരും ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളത്, നമ്മളെല്ലാവരും സംശയത്തോട് കൂടിയിട്ട് ഇത് നല്ല ബിസിനസ് ആണോ എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തില് ഗവൺമെന്റുകൾ തന്നെ പറയാണ് ഈ ബിസിനസ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മികച്ച ഇൻഡസ്ട്രികളിൽ ഒന്ന് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത് ചെറിയൊരു മേഖലയിലല്ല. ഓരോ സാധാരണക്കാരനെയും വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു വ്യവസായത്തിൽ നിങ്ങൾ കേരളത്തിലുള്ള ഏത് ഔട്ട്ലെറ്റുകളിൽ പോയി ചോദിച്ചാലും ഒരു മാസത്തിൽ 1 കോടിയുടെ മിനിമം ടേൺ ഓവർ ഇല്ലാത്ത ഒരു ഓഫീസും കേരളത്തിലില്ല. ഒരു മാസത്തിൽ 1 കോടിയുടെ ടേൺ ഓവർ നടക്കാത്ത ഒരു ഓഫീസും കേരളത്തിലില്ല. കോഴിക്കോട് ഔട്ട്ലെറ്റിൽ നിങ്ങൾ എരഞ്ഞിപ്പാലം ചോദിച്ചു കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ 1.5 കോടിയുണ്ട്, ചില മാസങ്ങളിൽ 2 കോടിയുണ്ട്. അപ്പൊ ഇതുപോലെ
ആ 30-ലധികം ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ടെങ്കിൽ ഓരോ ഓഫീസുകളിൽ നടക്കുന്ന സെയിൽസ് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 50 കോടിയുടെ സെയിൽസ് ഈ ഒരു കമ്പനിയിൽ മാത്രം നടക്കുന്നുണ്ട്. 50 കോടി ഒരു മാസം നടക്കുന്നുണ്ടെങ്കിൽ 12 മാസം കൊണ്ട് എത്രമാത്രം നടക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ആ രീതിയിൽ കേരളത്തിൽ നിന്ന് തന്നെ ഡയറക്ട് സെല്ലിംഗിൽ MI ലൈഫ്സ്റ്റൈൽ ഇത്രയും ടേൺ ഓവർ നടക്കുമ്പോൾ അതിന്റെ പകുതിയെങ്കിലും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിലേക്കും അക്കൗണ്ടിലേക്കും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വലിയ സ്കോപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടാണ് നമ്മളൊക്കെ.